പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള പാഠഭാഗത്തിലെ ഒരു ടോപ്പിക്കാണ്. വേരിയബിൾ ലോഡ് പവർ സ്റ്റേഷൻ ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. പവർ സ്റ്റേഷൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് പവർ നൽകുക എന്നുള്ളതാണ്. പക്ഷേ കൺസ്യൂമറുടെ ലോഡ് ഡിമാൻഡ് ഓരോ സമയവും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു പവർ സ്റ്റേഷൻ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അവ ഉൽപ്പാദിപ്പിക്കുന്ന പവറും ഓരോ സമയവും വേരി ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഓരോ സമയവും ലോഡ് വേരി ചെയ്ത് കൊണ്ടിരിക്കുന്ന പവർ സ്റ്റേഷനുകളെ നമ്മൾ വേരിയബിൾ ലോഡ് പവർ സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വേരിയബിൾ ലോഡ് കൊണ്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് പവർ സ്റ്റേഷനുകളിൽ ആവശ്യമായി വരുന്നു. കാരണം ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ ലോഡ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് കൂടുതൽ വാട്ടർ ടർബൈനിലേക്ക് സപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിമാൻഡ് കുറയുന്ന സമയത്ത് വാട്ടറിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരും. അതിനൊരു ഗവേണിംഗ് സിസ്റ്റം ആവശ്യമായി വരുന്നു. ഇനി തെർമൽ പവർ സ്റ്റേഷൻ്റെ കേസിലാണെങ്കിൽ ലോഡ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് അഡീഷണലായിട്ട് കോള്, വാട്ടർ മുതലായിട്ടുള്ള ഫ്യൂവൽസ് അധികമായി ആവശ്യമായി വരുന്നു. അപ്പോൾ അതൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി അഡീഷണലായിട്ട് എക്യുപ്മെൻറ്റ്സ് ആവശ്യമായി വരുന്നു. ഇത് എനർജിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഈ വേരിയബിൾ ലോഡ് പവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടേംസ് ആൻഡ് ഡെഫിനിഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്: state the term maximum demand, explain the concept of average demand, explain load factor, state the term of diversity factor and its application, explain the importance of plant utility factor. ഒരു അൾട്ടർനേറ്റർ അത് മാക്സിമം എഫിഷ്യൻസി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ റേറ്റഡ് കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അതിനോടടുത്തുള്ള ഒരു കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ ഒരു പവർ സിസ്റ്റത്തിൽ കൺസ്യൂമേഴ്സിൻ്റെ ലോഡ് ഡിമാൻഡ് ഓരോ സമയവും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പവർ സ്റ്റേഷൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ഈ വേരിയബിൾ ലോഡ് പവർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ടേമാണ് കണക്റ്റഡ് ലോഡ്. ഇറ്റ് ഈസ് ദി സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് ഓൾ ദി എക്യുപ്മെൻറ്റ് കണക്റ്റഡ് ടു സപ്ലൈ സിസ്റ്റം. ഒരു സപ്ലൈ സിസ്റ്റത്തിൽ കണക്റ്റ് ചെയ്തിട്ടുള്ള, ബന്ധിപ്പിച്ചിട്ടുള്ള ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും പവർ റേറ്റിങ്ങിൻ്റെ സമ്മാണ് എന്ത് കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ. ഒരു കൺസ്യൂമറുടെ കണക്ഷനിൽ 100 വാട്ട്സിൻ്റെ ബൾബുണ്ട്, ഒരു 500 വാട്ട്സിൻ്റെ പവർ പോയിൻ്റ് ഉണ്ട് എങ്കിൽ അയാളുടെ കണക്റ്റഡ് ലോഡ് എന്ന് വെച്ചാൽ 5 × 100, 5 ബൾബ് × 100 വാട്ട്സ് പ്ലസ് 500 വാട്ട്സ് = 1000 വാട്ട്സ് ആണ്. ഇനി ഒരു പവർ സ്റ്റേഷൻ്റെ കണക്റ്റഡ് ലോഡ് എന്താണെന്ന് വെച്ചാൽ, the sum of the connected loads of all the consumers is the connected load to the power station. ഒരു പവർ സ്റ്റേഷനിലെ കൺസ്യൂമേഴ്സിൻ്റെ ഓരോരുത്തരുടെയും കണക്റ്റഡ് ലോഡിൻ്റെ സമ്മാണെന്ത് ഒരു പവർ സ്റ്റേഷൻ്റെ കണക്റ്റഡ് ലോഡ്. മറ്റൊരു ടൈമാണ് മാക്സിമം ഡിമാൻഡ്. മാക്സിമം ഡിമാൻഡ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് എന്ന് വെച്ചാൽ അതൊരു ദിവസമാവാം, ഒരു മാസമാവാം, ഒരാഴ്ചയാവാം, ഒരു വർഷമാവാം. ആ പീരീഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹയസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇലക്ട്രിക്കൽ ഡിമാൻഡിന് പറയുന്ന പേരാണ് മാക്സിമം ഡിമാൻഡ്. നമ്മൾ വലത്തെ ഭാഗത്തൊരു കർവ് കാണിച്ചിട്ടുണ്ട്. ഈ കർവിൻ്റെ y ആക്സിസിൽ ലോഡ് ഇൻ കിലോ വാട്ട്സ്, എക്സ് ആക്സിസിൽ ടൈം ഇൻ ഹവേഴ്സ്. ഈ കർവിനെ പറയുന്ന പേരാണ് ലോഡ് കർവ്. ഈ ലോഡ് കർവിൽ മാക്സിമം ഡിമാൻഡ് ഉണ്ടായിട്ടുള്ളത് 18 മുതൽ 24 വരെ മണിക്കൂറുകളിലാണ്. ഇതൊരു ഡെയിലി ലോഡ് കർവാണ്, ഒരു ദിവസത്തെ ലോഡ് കർവാണ്. ഇവിടെ രാത്രി 12 മണി സമയത്ത് തുടങ്ങുന്നു, 6 മണി, 6 to 12, ഉച്ചയ്ക്ക് 12,
12 to 18, 18 എന്ന് വെച്ചാൽ വൈകുന്നേരം 6 മണി, 18 to 24, ഈ 6 മുതൽ രാത്രി 12 മണി വരെ ആണ് മാക്സിമം ഡിമാൻഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊരു സമയത്തും ഈ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിനേക്കാളിലും കുറവായിരിക്കും. കാരണം ഈ മാക്സിമം ഡിമാൻഡിൻ്റെ സമയത്തും ഒരു കൺസ്യൂമർ അയാളുടെ കണക്റ്റഡ് ലോഡ് മുഴുവനും ഓൺ ചെയ്ത് വെക്കുന്നില്ല. പക്ഷേ മാക്സിമം ഡിമാൻഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു പവർ സ്റ്റേഷൻ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് മീറ്റിംഗ് ദി മാക്സിമം ഡിമാൻഡ്. അത് മാക്സിമം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം. ഓരോ കൺസ്യൂമറും അവരുടെ മാക്സിമം ഡിമാൻഡിൽ വർക്ക് ചെയ്താലും അവർക്ക് എനർജി കൊടുക്കാൻ ഈ പവർ സ്റ്റേഷൻ കേപ്പബിൾ ആയിരിക്കണം. ഇനി മാക്സിമം ഡിമാൻഡ് മെഷർ ചെയ്യുന്ന മീറ്ററിനെ പറയുന്ന പേരാണ് മാക്സിമം ഡിമാൻഡ് മീറ്റർ. ഈ കർവിനെ പറയുന്ന പേരാണ് ലോഡ് കർവ്. ലോഡ് കർവിൻ്റെ വൈ ആക്സിസിൽ ലോഡ് ഇൻ കിലോ വാട്ട്സ്, എക്സ് ആക്സിസിൽ ടൈം ഇൻ ഹവേഴ്സ്. ഇനി ഡിമാൻഡ് ഫാക്ടർ. ഡിമാൻഡ് ഫാക്ടർ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ദി പവർ സ്റ്റേഷൻ ടു ഇറ്റ്സ് കണക്റ്റഡ് ലോഡ്. ഇറ്റ് ഈസ് mathematically demand factor is equal to maximum demand divided by connected load. It is always less than 1 because മാക്സിമം ഡിമാൻഡിനെക്കാട്ടിലും കൂടുതലാണ് കണക്റ്റഡ് ലോഡ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ലെസ് ദാൻ 1 ആണ്. ഇനി ഈ ഡിമാൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ടൈമാണ്. അത് ഒരു പവർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള റോള് വഹിക്കുന്നു. ആവറേജ് ലോഡ് ഓർ ആവറേജ് ഡിമാൻഡ്, അതായത് ഒരു പവർ സ്റ്റേഷൻ്റെ കേസിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ആവറേജ് ലോഡിനെ പറയുന്ന പേരാണ് ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ്. ഡെയിലി ആവറേജ് ലോഡ് കാണാൻ വേണ്ടി നമ്പർ ഓഫ് യൂണിറ്റ് kilowatt hour generated in a day divided by time, that is 24 hours. ഇനി മന്ത്ലി ആവറേജ് ലോഡ് ആണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ മന്ത് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ മന്ത്. ഇയർലി ആവറേജ് ലോഡ് ആണെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ ഇയർ ഡിവൈഡ് ബൈ ഒരു വർഷത്തെ എത്ര ഹവേഴ്സ് ആണ്, 8760 ഹവേഴ്സ്. ഈ ഒരു കർവിൽ നമ്മൾ വൈ ആക്സിസിൽ ലോഡ് ഇൻ കിലോ വാട്ട്സ് എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ മന്ത്ലി ആവറേജ് ലോഡ് എടുത്തിട്ടുണ്ട്. ഓരോ മാസത്തെയും ആവറേജ് ലോഡ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് മെയ് മുതൽ ജൂൺ വരെയുള്ള ഒരു സമയത്താണ് ഈ പവർ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ ലോഡ് എടുത്തിട്ടുള്ളത്, അതായത് പവർ സ്റ്റേഷൻ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. വേനൽക്കാലത്താണ് യൂസേജ് കൂടുന്ന സമയം. അപ്പോൾ ഇതാണ് ആവറേജ് ലോഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അടുത്തൊരു ടേമാണ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു പീരീഡിലുള്ള ആവറേജ് ലോഡും മാക്സിമം ഡിമാൻഡും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഇനി ഒരു പ്ലാന്റ് ടി ഹവേഴ്സ് സമയത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഇൻറ്റു ടി ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ടി. അല്ലെങ്കിൽ ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു യൂണിറ്റ് ജനറേറ്റഡ് ഇൻ ടി ഹവേഴ്സ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ടി ഹവേഴ്സ്. ഈ ലോഡ് ഫാക്ടറിനെ നമുക്ക് ഡെയിലി ലോഡ് ഫാക്ടർ, മന്ത്ലി ലോഡ് ഫാക്ടർ അല്ലെങ്കിൽ ആനുവൽ ലോഡ് ഫാക്ടർ എന്നിങ്ങനെ തരംതിരിക്കാം. നമ്മൾ ആ ടൈം പീരീഡ് സെലക്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ. ലോഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ 1 ബിക്കോസ് ആവറേജ് ലോഡ് ഈസ് സ്മാളർ ദാൻ മാക്സിമം ഡിമാൻഡ്. അതായത് ലോഡ് ഫാക്ടർ എപ്പോഴും 1 കുറവായിരിക്കും, കാരണം ആവറേജ് ലോഡിനേക്കാളിലും കൂടുതലാണ് മാക്സിമം ഡിമാൻഡ്, അല്ലെങ്കിൽ ആവറേജ് ലോഡ് മാക്സിമം ഡിമാൻഡിനേക്കാളിലും കുറവാണ്. ലോഡ് ഫാക്ടർ ഒരു പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി
എനർജിയുടെ കോസ്റ്റിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതായത് ലോഡ് ഫാക്ടർ കൂടുന്നതിനനുസരിച്ച് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് കുറവായിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ ലോഡ് ഫാക്ടറിൻ്റെ മാക്സിമം വാല്യൂ 1 അത് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഈ വാല്യൂ ഏറ്റവും കൂടുന്നത് ഈ മാക്സിമം ഡിമാൻഡ് കുറയുന്ന സമയത്താണ് ലോഡ് ഫാക്ടർ ഏറ്റവും കൂടുന്നത്. ഇനി നമുക്കറിയാം ഒരു പവർ സ്റ്റേഷൻ്റെ കപ്പാസിറ്റി അത് മാക്സിമം ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നതാവണം. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിമാൻഡ് കുറവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ കപ്പാസിറ്റിയിലുള്ള പവർ പ്ലാന്റ് നിർമ്മിച്ചാൽ മതിയാവും. അത് ഈ എനർജി കോസ്റ്റ് കുറയാൻ കാരണമാവും. ഓക്കെ, അതായത് മാക്സിമം ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് ലോഡ് ഫാക്ടർ കൂടും. ലോഡ് ഫാക്ടർ കൂടുന്നതിനനുസരിച്ച് എനർജി കോസ്റ്റ് കുറയും. ഇനി ഡൈവേഴ്സിറ്റി ഫാക്ടർ. Diversity factor is the ratio of the sum of individual maximum demand to the maximum demand on power station. That is, diversity factor is equal to sum of individual maximum demand divided by maximum demand on power station. ഈ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിൻ്റെ ഓരോരുത്തരുടെയും മാക്സിമം ഡിമാൻഡ്. അതായത് എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും മാക്സിമം ഡിമാൻഡ് ഒരേ സമയത്ത് തന്നെ സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ പവർ സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡിനേക്കാളിലും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ will be always greater than 1. The greater the diversity factor, the lesser the cost of generation of power. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വെച്ചാൽ ഓരോ കൺസ്യൂമറുടെയും ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡിൻ്റെ സമ്മ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. It is the ratio of actual energy produced to the maximum possible energy that could have been produced during a given period. അതായത് plant capacity factor is equal to actual energy produced divided by maximum energy that could have been produced. അതായത് ഒരു പവർ പ്ലാന്റ് ഒരു ഗിവൺ പീരീഡിൽ യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി, ദാറ്റ് ഈസ് ആക്ച്വൽ എനർജി ഡിവൈഡ് ബൈ ആ പവർ പ്ലാന്റ് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാനാവുന്ന മാക്സിമം എനർജി, അവ തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ. ഇനി നമ്മൾ ടൈം കൺസിഡർ ചെയ്യുമ്പോൾ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ഡിമാൻഡ് ഇൻറ്റു ടി ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ടി. ഇനി ആനുവൽ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഇസ് ഈക്വൽ ടു ആനുവൽ KWH ഔട്ട്പുട്ട്, അതായത് ഒരു കൊല്ലം പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു 8760. 8760 എന്ന് വെച്ചാൽ ഒരു വർഷത്തിലെ ടോട്ടൽ ടൈം ഇൻ അവേഴ്സ്. പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ഒരു പവർ പ്ലാന്റിൻ്റെ റിസർവ് കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നു. ഏതൊരു പവർ പ്ലാന്റും ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഈ ഇൻക്രീസിങ് ലോഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതായത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് ദി പ്ലാന്റ് ഈസ് ഓൾവേസ് സംവാട്ട് ഗ്രേറ്റർ ദാൻ ദി മാക്സിമം ഡിമാൻഡ് ഓൺ ദി പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആ പ്ലാന്റിൻ്റെ മാക്സിമം ഡിമാൻഡിനേക്കാളിലും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് റിസർവ്ഡ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു പ്ലാന്റ് കപ്പാസിറ്റി മൈനസ് maximum demand. Plant use factor. It is the ratio of KWH generated to the product of plant capacity and the number of hours for which the plant was in operation. ഒരു പവർ പ്ലാന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് എനർജിയും ആ ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റിയും എത്ര മണിക്കൂർ ആ പ്ലാന്റ് യൂസ് ചെയ്തു എന്നതും തമ്മിലുള്ള റേഷ്യോ പറയുന്ന പേരാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ.
പ്ലാന്റ് യൂസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ KWH ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഹവേഴ്സ് ഓഫ് യൂസ്. അതായത് ഒരു പ്ലാന്റിനെ നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ അല്ലെങ്കിൽ പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം, ഒരു വർഷത്തിൽ എത്രത്തോളം എനർജി ജനറേറ്റ് ചെയ്തു എന്നത് എങ്ങനെ കണക്കാക്കാം? ഇറ്റ് ഈസ് ഓഫൺ റിക്വയർഡ് ടു ഫൈൻഡ് KWH ജനറേറ്റഡ് പെർ ആനം ഫ്രം മാക്സിമം ഡിമാൻഡ് ആൻഡ് ലോഡ് ഫാക്ടർ. മാക്സിമം ഡിമാൻഡ് ലോഡ് ഫാക്ടർ ഉപയോഗിച്ച് നമുക്ക് ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിച്ച എനർജി എത്രയാണെന്ന് കണക്കാക്കാം. നമുക്കറിയാം ലോഡ് ഫാക്ടർ ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ദാറ്റ് ഈസ് ആവറേജ് ലോഡ് ഇസ് ഈക്വൽ ടു മാക്സിമം ഡിമാൻഡ് ഇൻറ്റു ലോഡ് ഫാക്ടർ. അതായത് യൂണിറ്റ് ജനറേറ്റഡ് പെർ ആനം ഇസ് ഈക്വൽ ടു ആവറേജ് ലോഡ് ഇൻ KW ഇൻറ്റു ഹവേഴ്സ് ഇൻ എ ഇയർ, അല്ലെങ്കിൽ മാക്സിമം ഡിമാൻഡ് ഇൻ KW ഇൻറ്റു ലോഡ് ഫാക്ടർ ഇൻറ്റു ഹവേഴ്സ് ഇൻ എ ഇയർ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒരു വർഷത്തിൽ എത്ര എനർജി പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.